അമേരിക്കയെ വെല്ലുവിളിച്ച് ഇറാൻ. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇറാനിലെ ഏതെങ്കിലും ന്യൂക്ലിയർ കേന്ദ്രത്തിലേക്ക്, ആണവായുധ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഇറാനിലെ വടക്കൻ പ്രദേശങ്ങളിൽ നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിന് സമീപം നടക്കുന്ന വ്യോമാഭ്യാസ ആയുധ അഭ്യാസ പ്രകടനങ്ങൾക്ക് പിന്നാലെയാണ് വമ്പൻ ഭീഷണി അമേരിക്കയ്ക്ക് നേരെ ഇറാൻ ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ആധുനികമായ ലേസർ വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാക്കിയിരിക്കുകയാണ് ഇറാൻ. ലോകത്തെ ഞെട്ടിക്കാനൊരുങ്ങുകയാണ് ഇറാൻ എന്നുള്ള വിവരങ്ങളാണ് ടെഹ്റാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഏറ്റവും ആധുനികമായിട്ടുള്ള ലേസർ വ്യോമ പ്രതിരോധ സംവിധാനം അതിർത്തികളിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇറാൻ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇതിൻ്റെ പ്രദർശനവും ഇതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാഭ്യാസ പ്രകടനങ്ങൾക്കിടയിൽ നടത്തിയതായുള്ള വാർത്തകളും പുറത്തുവിടുകയാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്കുള്ളിലായി നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിനും തെക്കും വടക്കുമുള്ള മറ്റ് 2 ന്യൂക്ലിയർ പ്ലാന്റുകൾക്ക് സമീപവും വൻതോതിലുള്ള ആയുധ അഭ്യാസ പ്രകടനങ്ങളാണ് ഇറാൻ നടത്തിയത്. ഇത് മാത്രവുമല്ല, ടെഹ്റാനിൽ തെരുവീതികളിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ 1,00,000-ലധികം വരുന്ന സൈനികർ പ്രകടനങ്ങളും നടത്തി. അതായത്, ഞങ്ങൾ ശക്തരാണ്, ആയുധങ്ങളും ആളും ഞങ്ങളുടെ പക്കലുണ്ട്, പടയാളികളുണ്ട്, കാലാൾ പടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലല്ല, അമേരിക്കയിലെ ഏതു രാജ്യം യുദ്ധത്തിന് വന്നാലും അവരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ഇറാൻ പുറത്തുവിടുന്നത്. അതിനു പിന്നാലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. സറാജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലേസർ മൾട്ടി ലെയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റം പരീക്ഷിച്ചിരിക്കുന്നു ഇറാൻ. മൾട്ടി ലെയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം. ആ ലേസർ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള മൾട്ടി ലെയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റം സ്ഥാപിച്ചിരിക്കുകയാണ് ഇറാൻ. ഏത് രാജ്യത്തിൻ്റെ എത്ര തീവ്രമായ ആക്രമണങ്ങളെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാനിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ സൂചന നൽകിയിരുന്നു. ജനുവരി മാസം 20-ന് മുൻപ് ബന്ദികൾ പൂർണ്ണമായി മോചിപ്പിക്കപ്പെടുകയും പശ്ചിമേഷ്യയിലുള്ള സംഘർഷാവസ്ഥ ലഘൂകരിക്കുകയും ചെയ്യണം. അതുമാത്രവുമല്ല, ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ നിരന്തരം പ്രകോപനമുയർത്തുന്ന ഇറാൻ അതിൽ നിന്നും പിന്മാറണമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അല്ലാത്ത പക്ഷം ഇറാനിലേക്ക് ഒരു ആക്രമണത്തിന് അമേരിക്ക മടിക്കില്ല. പ്രത്യേകിച്ച് ഒരു ആക്രമണം നടത്തുമെങ്കിൽ അത് ഇറാനിലെ ന്യൂക്ലിയർ പ്ലാന്റുകളിലേക്കും ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലേക്കും യുറേനിയം സൂക്ഷിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്കുമായിരിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ മുന്നറിയിപ്പ്. അതായത്, ജോ ബൈഡൻ അവസാന നാളുകളിൽ, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ ശക്തമായ നിലപാട് തന്നെയാണ് ഇറാനെതിരെ സ്വീകരിച്ചത്. ഒരു ഘട്ടത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് നേരിട്ട് ആവശ്യപ്പെടുക കൂടി ചെയ്തു ജോ ബൈഡൻ. അത്രത്തോളം ഒരു വിരോധവും അത്രത്തോളം ശത്രുതയുമാണ് ജോ ബൈഡന് അവസാന കാലങ്ങളിൽ ഇറാനോടുണ്ടായിരുന്നത്. എന്നാൽ തുടക്കം മുതൽ തന്നെ ഇറാൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന ട്രംപ് ആകട്ടെ അതിനു മുൻപേ തന്നെ ഇറാന് വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങളുടെ ആണവ പദ്ധതികൾ, ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇസ്രായേലിനെതിരെ രാസായുധമോ ആണവായുധമോ എടുത്താൽ അത് അമേരിക്കയ്ക്ക് തന്നെ വലിയ തലവേദനയാകും. അമേരിക്ക അതിശക്തമായി ഇറാനെതിരെ നടപടിയെടുക്കും. ഇതായിരുന്നു ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ വൻതോതിലുള്ള ആയുധ ശേഖരവും ആയുധാഭ്യാസ പ്രകടനങ്ങളും വ്യോമാഭ്യാസ പ്രകടനങ്ങളും ഒക്കെയായി ഇറാൻ ഇപ്പോൾ വലിയ പ്രകോപനം സൃഷ്ടിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകരവാദികളെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്നത് ഇറാനാണ്. അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ നിരന്തരമായി യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇറാനാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 8 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. അതുമാത്രവുമല്ല, 50-ലധികം ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഈ മുഴുവൻ ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും ഇസ്രായേലിൻ്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി പ്രതിരോധിച്ചു. അപ്പോൾ ഈ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമെല്ലാം ഹൂതികൾക്ക് നൽകി
ഹൂതികളെ കൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത് ഇറാനാണെന്ന് ഏവർക്കും അറിയാം. ആ ഇറാന് ശക്തമായൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേൽ നൽകിയത്. അതിന് അമേരിക്കയുടെ പരിപൂർണ പിന്തുണയുമുണ്ട്. അപ്പോൾ ട്രംപ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്തമായ ഒരു ഓപ്പറേഷൻ ഇറാനിലേക്ക് ഉണ്ടാകുമെന്നുള്ള ഭയപ്പാട് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിക്കും മസൂദ് പെഷസ്കിയാനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ ആയുധപരമായും അല്ലാതെ സൈനികപരമായും വൻ ശക്തിയാണെന്നും അതുകൊണ്ട് തങ്ങളെ തൊടാൻ വരരുതെന്നുള്ള ഒരു വമ്പൻ മുന്നറിയിപ്പ് ലോകരാജ്യങ്ങൾക്ക് നൽകാൻ ഇറാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് 3-4 ദിവസങ്ങളായി വലിയ തരത്തിലുള്ള ആയുധ പരിശീലനങ്ങളും അഭ്യാസ പ്രകടനങ്ങളുമൊക്കെയായി ന്യൂക്ലിയർ പവർ പ്ലാന്റിന് സമീപം ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.